നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്ററാണ് പീരിയോഡിക് ടേബിൾ എന്ന്. അതിൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. അപ്പം തൊട്ട് മുമ്പേ ഉള്ള വീഡിയോകളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണണം. എങ്കിൽ മാത്രമേ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവുള്ളൂ. ഈ ചാപ്റ്ററിൻ്റെ നമ്മളൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലൂടെ പോവുകയാണ്, പിന്നെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളിത് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് റിപ്പീറ്റ് ചെയ്ത് കാണണം. ഈ ഒരു പീരിയോഡിക് ടേബിൾ എന്ന ചാപ്റ്റർ അടുത്ത ഇനി വരുന്ന എല്ലാ ക്ലാസ്സുകളിലേക്കും ആവശ്യമുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ഇത് പഠിക്കണം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാമല്ലോ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് പൊസിഷൻ ഇൻ പീരിയോഡിക് ടേബിൾ, അതാണ് എടുക്കാൻ പോകുന്നത്. എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞത്? നമുക്ക് ഇതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്. വലിയ ക്ലാസ്സിലേക്ക് വെച്ചുമ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. അങ്ങനെ നമ്മുടെ 10ാം ക്ലാസ്സിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഷെല്ലുകൾ, സബ് ഷെല്ലുകൾ കുറച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അത്രത്തോളം നമുക്ക് ഈ 9ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽഡായിട്ട് അപ്പം നമുക്ക് പഠിക്കാം. നോക്കാം, ഇതിൻ്റെ ഈ ഇലക്ട്രോണിക് ഹൈഡ്രജൻ്റെ ഒറ്റ ഇലക്ട്രോണാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് 1 ഇവിടെ കൊടുത്തു. ഇപ്പോൾ 2 ലിഥിയത്തിൻ്റെ കേസിൽ 3 അറ്റോമിക് നമ്പർ. അപ്പോൾ 2, 1. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ വെച്ചിട്ടാണ് 2, 8 ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് നമുക്ക് അടുത്ത വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാം. നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷനായിട്ട് എഴുതുമ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഉണ്ടാവും? ഒരൊറ്റ ഇലക്ട്രോണുകളാണ് അല്ലേ. അപ്പോൾ നോക്കുക, ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം ഒക്കെ വരുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി എന്ത്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവസാനം വരുന്നത് അവസാനം വരുന്ന നമ്പറാണ്, അഥവാ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഗ്രൂപ്പിന് നമ്പർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ആ ഗ്രൂപ്പിൽ എല്ലാത്തിനും ഇതേ സ്വഭാവം കാണിക്കുന്നുണ്ടാവും. എല്ലാ എലമെൻറ്റുകൾക്കും ഈ സ്വഭാവം കാണിക്കുന്നുണ്ട്. അപ്പം ഗ്രൂപ്പ് 1ൽ നിന്ന് എടുക്കുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ അവസാനത്തെ ഇതിലെന്താണോ ഉള്ളത് അതാണ് എടുക്കുന്നത്. ഇനി രണ്ടാമത്തെ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, രണ്ടാമത്തെ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തായിരിക്കും ഉണ്ടാകുക നോക്കാം. ഹൈഡ്രജൻ കഴിഞ്ഞ അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ അവിടെ ബെറീലിയം ഗ്രൂപ്പില്ലേ, മഗ്നീഷ്യം, കാൽസ്യം, സ്റ്റാൻഷ്യം, ബാരിയം, റേഡിയം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഗ്രൂപ്പിൽ രണ്ടാമത്തെ ഗ്രൂപ്പുകളാണ്. കാരണം അത് രണ്ടാമത്തെ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ അതിന് ഈ 1ന് പകരം അവിടെ ഉപയോഗിക്കുന്നുണ്ടാകുക 2 ആയിരിക്കും. ഓക്കെ, അവസാനം ഉണ്ടാകുക 2 ആയിരിക്കും ഉണ്ടാകുക. ഇനി 3 ഉണ്ടാവും, 4 ഉണ്ടാവും, 5 ഉണ്ടാവും, ഒക്കെ ഉണ്ടാകും അല്ലേ, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പീരിയോഡിക് ടേബിളിലേക്ക് തന്നെ തിരിച്ചു പോകാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഗ്രൂപ്പിനെയും ഒന്ന് ശരിക്കും പരിചയപ്പെടാം. നമ്മൾ എങ്ങനെയാണ് ഗ്രൂപ്പ് പീരിയോഡ് എന്ന് പഠിച്ചല്ലോ. അപ്പം ഗ്രൂപ്പുകളിൽ ഓരോ ഗ്രൂപ്പുകളെയും നമുക്കൊന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റുകൾ എന്താണ്? ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻ്റാണ് ഹൈഡ്രജൻ ഉൾപ്പെടുത്തിയതാണ്. നമുക്ക് എന്താ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഗ്രൂപ്പിനെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് പറയാം. ആൽക്കലി സ്വഭാവം കാണിക്കും. ഓക്കെ, ആൽക്കലി സ്വഭാവം കാണിക്കുന്ന മെറ്റൽസാണ് ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത്. അതൊക്കെ മെറ്റൽ സ്വഭാവമാണ്. ഓക്കെ, സ്ട്രോങ് മെറ്റൽ സ്വഭാവമാണ്, സ്ട്രോങ് മെറ്റൽ ആയിരിക്കും അത്. ഓക്കെ, അപ്പം ഇനി അടുത്ത ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഗ്രൂപ്പുകളെ നമ്മൾ പറയുന്ന പേരിട്ട് വിളിക്കുന്നുണ്ട് ആൽക്കലി എർത്ത് മെറ്റൽസ്. എന്തുകൊണ്ടാണെന്നറിയോ? ഇതും ആൽക്കലി മെറ്റൽസ് തന്നെയാണ്, പക്ഷേ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആൽക്കലി മെറ്റൽസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ആൽക്കലി എർത്ത് മെറ്റൽസ് എന്നൊരു പേരിട്ട് വിളിച്ചത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 1ഉം 2 ഗ്രൂപ്പും ആൽക്കലി മെറ്റൽസ് തന്നെയാണ്. രണ്ടും എന്താണ്, ഒന്നാമത്തെ ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസും രണ്ടാമത്തെ ഗ്രൂപ്പ് ആൽക്കലി എർത്ത് മെറ്റൽസുമാണ്. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തത് മുതൽ ഓക്കെ, അടുത്തത് എന്താ പറയുന്നത് നോക്കാം. അടുത്തത് 3ാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ളത്. ഇതുവരെയുള്ള 3ാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള എന്താണ്, ആ എലമെൻറ്റുകളെ പറയുന്ന പേരാണ് ട്രാൻസിഷൻ മെറ്റൽസ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയും. ഓക്കെ, ട്രാൻസിഷൻ മെറ്റൽസ് അതൊക്കെ മെറ്റൽസാണ്. ഓക്കെ, ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ് ഇതൊക്കെ.
അതിൽ ഒക്കെ മെറ്റൽസ് ആണ് വരുന്നത്. അപ്പോൾ ട്രാൻസിഷൻ മെറ്റൽസ് ഓർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസ്, രണ്ടാമത്തെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, 3 മുതൽ 12 വരെയുള്ളത് ട്രാൻസിഷൻ മെറ്റൽസ് ആണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന 13ാമത്തെ എലമെൻറ്റ്, 13ാമത്തെ ഗ്രൂപ്പിൻ്റെ പേര് 13ാമത്തെ ഗ്രൂപ്പ് എന്താണ്? ബോറോൺ മുതലല്ല തുടങ്ങുന്നത്. അത് ഏതിലാണ് തുടങ്ങുന്നത്? ബോറോൺ അല്ലേ. അതുകൊണ്ട് ബോറോൺ തുടങ്ങുന്നത് കൊണ്ട് അതിനെ ബോറോൺ ഫാമിലി എന്ന് പറഞ്ഞു അല്ലേ. ബോറോൺ ഫാമിലി. ഇപ്പോൾ ഒരുപാട് പേര് ആളുടെ ഫാമിലീസൊക്കെ വെച്ച് വിളിക്കുമ്പോൾ ചിലപ്പം ഓരോ ഇത് വെച്ചിട്ട് അച്ഛൻ്റെ പേരും ഇതൊക്കെ കൂട്ടിയിട്ടൊക്കെ ചില ആൾക്കാർക്ക് വിളിക്കാറുണ്ട്. അതുപോലെ ബോറോൺ ആയതുകൊണ്ട് അതിൻ്റെ ഫാമിലിയെ ബോറോൺ ഫാമിലി എന്ന് വിളിച്ചു. ഇനി അടുത്ത ഗ്രൂപ്പ് എന്താണ് തുടങ്ങുന്നത്? കാർബൺ ആണ് തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനെ കാർബൺ ഫാമിലി എന്ന് വിളിച്ചു. കാർബൺ ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? 14ാമത്തെ ഗ്രൂപ്പിൽ പെടുന്നതാണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് ഇതൊക്കെ പഠിക്കുക. ഇവിടെ ഇങ്ങോട്ടുള്ളത് ഏറ്റവും എളുപ്പമാണ് അല്ലേ. നൈട്രജൻ തുടങ്ങുന്നത് കൊണ്ട് എന്ത്? നൈട്രജനിലാണ് തുടങ്ങുന്നത്, അതുകൊണ്ട് അതിനെ നൈട്രജൻ ഫാമിലി എന്ന് വിളിച്ചു. അത് എത്രാമത്തെ ഗ്രൂപ്പാണ്? 15ാമത്തെ ഗ്രൂപ്പ്. 15ാമത്തെ ഗ്രൂപ്പിന് നമ്മൾ നൈട്രജൻ ഫാമിലി എന്ന് വിളിച്ചു അല്ലേ. അടുത്ത ഗ്രൂപ്പിന് എന്താണ്? ഓക്സിജൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് അതിനെ ഓക്സിജൻ ഫാമിലി എന്ന് വിളിച്ചു അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നും അടുത്ത വരുന്നത് എന്താണ്? ഫ്ലൂറിനാണ്, അതുകൊണ്ട് ഫ്ലൂറിൻ ഫാമിലി എന്ന് വിളിക്കാം. എന്നാൽ ഫ്ലൂറിൻ ഫാമിലി എന്ന് വിളിക്കില്ല. അതിനെ നമ്മൾ വേറൊരു പേരാണ് വിളിക്കുന്നത്. എന്താണ് അതിൻ്റെ പേര് വിളിക്കുന്നത്? ഹാലജൻസ്. എന്താണ്? ഹാലജൻസ്. അത് എത്രാമത്തെ ഗ്രൂപ്പാണ്? ഹാലജൻസ് 17ാമത്തെ ഗ്രൂപ്പ്. അപ്പം പീരിയോഡിക് ടേബിളിൽ 13 മുതൽ 16 വരെ നമുക്ക് എന്ത് ചെയ്യാം? 13 മുതൽ 16 വരെ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നിനും ഫാമിലി കൂട്ടി വിളിച്ചാൽ മതി. ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി, ഇങ്ങനെ വിളിക്കാം. ഇനി അത് കഴിഞ്ഞ് വരുന്നത് നമ്മൾ ഫ്ലൂറിൻ ഫാമിലി അല്ല, ഹാലജൻസ് എന്ന് പറയും. ഹാലജനുകൾ. ഇതാണ് ഹാലജനുകൾ. നമുക്ക് ഓരോ കളറിലെ റേഞ്ചിലാണ് കൊടുത്തിരുന്നത് ഹാലജനുകൾ. അടുത്ത എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? ഹാലജനുകൾ കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ എന്താണ്? നോബിൾ ഗ്യാസ് എന്ന് പറയും, ഓർ ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയുന്നതാണ്. നോബിൾ ഗ്യാസ് ഓർ ഇനേർട്ട് ഗ്യാസ് എന്ന് പറയും. അലസവാതകങ്ങൾ എന്ന് പറയും മലയാളത്തിൽ. ഓക്കെ, അഥവാ ഉത്കൃഷ്ടവാതകങ്ങൾ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഫാമിലി ഓരോ ഗ്രൂപ്പുകളും പരിചയപ്പെട്ടല്ലോ. ഒന്നും കൂടി പറയാണ്. ഫസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ എന്ത് പറഞ്ഞു? ഫസ്റ്റ് ഗ്രൂപ്പിനെ ആൽക്കലി മെറ്റൽസ്, രണ്ടാമത്തെ ഗ്രൂപ്പിനെ ആൽക്കലി എർത്ത് മെറ്റൽസ്. ഓക്കെ, മൂന്നാമത്തെ ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി. കഴിഞ്ഞല്ലോ. ഇനി അടുത്തത് 17ാമത്തെ ഗ്രൂപ്പ് നമുക്ക് ഹാലജനുകളാണ്. ഹാലജനുകളായി അല്ലേ. അത് കഴിഞ്ഞിട്ട് എന്താണ്? 18ാമത്തെ ഗ്രൂപ്പാണ് നമ്മൾ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, ക്സിനോൺ, റെഡോൺ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അതിനെ നമ്മൾ പേരിട്ട് വിളിച്ചു നോബൽ ഗ്യാസസ് ഓർ ഇനേർട്ട് ഗ്യാസസ്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? ഈ ഒരു അവസാനം കിടക്കുന്ന ഇത് എന്തിനാ ഇവർ അവസാനത്തെ എടുത്ത് വെച്ചെന്ന് ചോദിക്കും അല്ലേ. ലാന്തനം എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസിഷൻ എലമെൻറ്റ് പരിചയപ്പെട്ടല്ലോ അല്ലേ. ഈ ട്രാൻസിഷൻ എലമെൻറ്റിൽ ലാന്തനം കഴിഞ്ഞ് വരുന്ന എലമെൻറ്റുകളാണ് എന്ത്? ഈ ട്രാൻസിഷൻ എലമെൻറ്റുകളിൽ ലാന്തനം കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ എലമെൻറ്റുകളും. ഓക്കെ, ട്രാൻസിഷൻ എലമെൻറ്റുകളിൽ ലാന്തനം കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ എലമെൻറ്റുകളും. ക്ലിയർ? അതുകൊണ്ട് ആണ് ഇതിനെ ലാന്തനോയിഡ്സ് എന്ന് വിളിക്കും. ലാന്തനം കഴിഞ്ഞ് വരുന്നിട്ടുള്ള ബാക്കിൽ വരുന്നതുകൊണ്ട് ലാന്തനോയിഡ്സ് എന്ന് വിളിക്കും. ഓക്കെ, അതുപോലെ ഇതിൽ ആക്റ്റിനം കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്ത്? ആക്റ്റിനം എന്ന് പറയുന്ന എലമെൻറ്റ് കഴിഞ്ഞിട്ടാണ് വരുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന എലമെൻറ്റുകളൊക്കെ. അത് അവിടെ അറേഞ്ച് ചെയ്താൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കൊണ്ട് താഴോട്ട് ഇതാക്കി ചെയ്തു എന്നുള്ളൂ. ഓക്കെ, അത് ആക്റ്റിനം കഴിഞ്ഞിട്ട് വരുന്നത് കൊണ്ട് ആക്റ്റിനോയിഡ്സ് എന്ന് പറഞ്ഞു. ഓക്കെ, ആക്റ്റിനോയിഡ്സ് എന്ന് പറഞ്ഞു. ലാന്തനം കഴിഞ്ഞിട്ട് വരുന്നത് ലാന്തനോയിഡ്സ്. ആക്റ്റിനം കഴിഞ്ഞിട്ട് വരുന്നത് ആക്റ്റിനോയിഡ്സ്. ഓക്കെ, ഈ ലാന്തനോയിഡ്സിനെയും ആക്റ്റിനോയിഡ്സിനും ഒന്നിച്ച് നമ്മളൊരു പേരിട്ട് വിളിച്ചിട്ടുണ്ട്. എന്താണ്? ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. എന്തുകൊണ്ടാണ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് പറയാൻ കാരണം എന്നറിയോ?
ഇത് ട്രാൻസിഷൻ എലമെൻറ്റിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്, ഉള്ളിൽ തന്നെ ഉള്ള ഒരു ട്രാൻസിഷൻ എലമെൻ്റ് ആയതുകൊണ്ട് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പേര് പിടിച്ചു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കിൻ്റെ കേസിൽ നമുക്ക് അങ്ങനെയാണ് ഓരോ എലമെൻറ്റിൻ്റെയും ഓരോ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഗ്രൂപ്പിൽ എടുക്കാൻ കാരണം എന്താ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഗ്രൂപ്പുകൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ പീരിയോഡുകൾ എങ്ങനെയാണ് നമുക്ക് അറിയപ്പെടുന്നത് നോക്കാം. പീരിയോഡുകൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്, പീരിയോഡുകൾ എങ്ങനെയാണ് നമ്മൾ അറിയപ്പെടുക നോക്കാം അല്ലേ. നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചു. അതാ നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മളിങ്ങനെ എഴുതി വെക്കുമ്പോൾ നോക്കാം, നമ്മുടെ സോഡിയത്തിൻ്റെ കേസിൽ പീരിയോഡുകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാകുക എന്ന് പറഞ്ഞല്ലോ. പീരിയോഡുകൾ എങ്ങനെയാണ് ഇതിൽ പീരിയോഡുകൾ എങ്ങനെയാണ് ഉണ്ടാകുക നോക്കാം. ഇതാ പീരിയോഡുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇങ്ങനെ വരുന്ന ഈ പീരിയോഡുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ വരുന്നതൊക്കെയാണ് പീരിയോഡുകൾ എന്ന് പറയും. ഇതൊക്കെയാണ് പീരിയോഡുകൾ. ഓക്കെ, അപ്പം സോഡിയത്തിൻ്റെ കേസിൽ നോക്കാം. അവിടെ സോഡിയം ഇവിടെ ഇരിക്കുന്നുണ്ട്. സോഡിയം ഒരു എക്സാമ്പിൾ പറയാം. സോഡിയം ഉണ്ട് അല്ലേ. ഇപ്പോൾ സോഡിയത്തിൻ്റെ കേസിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ മൂന്നാമത്തെ പീരിയോഡിലുള്ള ആൾ അല്ലേ, മൂന്നാമത്തെ പീരിയോഡിലാണുള്ളത് അല്ലേ. നമുക്ക് നോക്കാം അതിൻ്റെ കാര്യങ്ങൾ എന്താണ്. മൂന്നാമത്തെ പീരിയോഡിൽ അപ്പം നമുക്ക് ആ മൂന്നാമത്തെ പീരീഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് അതിൻ്റെ എഴുതി നോക്കുമ്പോൾ 2, 8, 1 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ 2 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 2, 8, 1 അപ്പോൾ 1, 2, 8, 1 അപ്പോൾ അങ്ങനെ 3 എണ്ണമാക്കിയിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് എഴുതാൻ പറ്റേണ്ടില്ലേ. അതുകൊണ്ട് അതിന് 3 ഷെല്ലുകൾ ആവശ്യമുണ്ട്. അതിനത്ര 3 ഷെല്ലുകൾ ആവശ്യമുണ്ട്. ആ ഷെല്ലുകളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ പീരിയോഡുകളുടെ നമ്പറായിട്ട് കണക്കാക്കുന്നത്. നമ്മൾ മൂന്നാമത്തെ സോഡിയം എന്ന് പറയുന്നത് മൂന്നാമത്തെ പീരീഡാണെന്ന് നമ്മൾ കാണിച്ചല്ലോ. ആ മൂന്നാമത്തെ പീരീഡിന് കാരണം അത് ഷെല്ലുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുമ്പോൾ ഷെല്ലുകളുടെ എണ്ണം എത്ര ഉണ്ടോ അത്ര ഷെല്ലുകൾ ആവശ്യമുണ്ട്, അതിനടിസ്ഥാനമാക്കിയിട്ടാണ് കിട്ടുന്നത് അല്ലേ. ഇനി അടുത്തെന്താണ്, കാൽസ്യത്തിൻ്റെ കേസിൽ എന്താണ് പറയുന്നത്, 2 നോക്കാം. 2, 8, 8, 2 അല്ലേ. അതിന് എത്ര എണ്ണം വേണം, 2, 8, 8, 2 അപ്പോൾ 4 എണ്ണം വേണ്ടേ. അതുകൊണ്ടാണ് നമുക്ക് 4 ഷെല്ലുകൾ അവിടെ ആവശ്യമുണ്ടല്ലോ ഇല്ലേ. അപ്പോൾ 4 ഷെല്ലുകൾ നമുക്ക് അവിടെ ആവശ്യമുണ്ട്. 4 ഷെല്ലുകൾ നമുക്കവിടെ ആവശ്യമുണ്ട് അല്ലേ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്കത് അതിനനുസരിച്ച് പീരിയോഡിക് നമ്പർ എത്ര ഉണ്ടാവും, അതിന് 4 ആണ് ഉണ്ടാകുക. പീരിയോഡിക് നമ്പർ അവിടെ എത്രയാണ്, 4 ആണ് ഉണ്ടാകുക. ക്ലിയർ. നോക്കാം. എത്രാമത്തെ ഒരു ഗ്രൂപ്പാണ് നമ്മൾ ഇത് കിടക്കുന്നത്, കാൽസ്യം കിടക്കുന്നത് നോക്കാം. എത്രാമത്തേലാണ്, 4 അല്ലേ. 1, 4, 1, 2, 3 നാലാമത്തെ ഗ്രൂപ്പ്, നാലാമത്തെ പീരിയോഡിൽ. ക്ലിയർ അല്ലേ. അതേപോലെ തന്നെ നമുക്ക് ഞാൻ കൂടെ എഴുതാമല്ലോ, ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത് നോക്കാം എന്താണ്, ഗാലിയം അതേപോലെ തന്നെ 2, 8, 18, 3 അത് 18 കാരണം ട്രാൻസിഷൻ എലമെൻസിനും കൂടി കൂട്ടിയിട്ടാണ് അതിൽ പറയുന്നത്. 18, 3 അപ്പോൾ അതിനും 4 ഷെല്ലുകൾ ആവശ്യമാണ് അല്ലേ. അപ്പോൾ നാലാമത്തെ പീരിയോഡിലാണ് അതുള്ളത്. അതേമാതിരി അയഡിൻ്റെ കേസിൽ ഇതേമാതിരി തന്നെ എന്താണ്, ഷെല്ലുകൾ 5 എണ്ണം ആവശ്യമുണ്ട്. അതുകൊണ്ട് അഞ്ചാമത്തെ പീരിയോഡിക് നമ്പറിലാണ് അതുള്ളത്. അപ്പോൾ പീരിയോഡിക് നമ്പർ എന്ന് പറയുന്നത് ഷെല്ലുകളുടെ എണ്ണത്തിനെ അടിസ്ഥാനമാക്കിയിട്ടും മറ്റെന്താണ് ഔട്ടർ മോസ്റ്റ് ഗ്രൂപ്പുകളുടെ നമ്പർ എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്, ഔട്ടർ മോസ്റ്റ് ഷെല്ലുകളിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് അടിസ്ഥാനമാക്കിയിട്ടാണ് ഗ്രൂപ്പുകൾ എടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് അതാണ് ഗ്രൂപ്പുകളുടെ എണ്ണം കണക്കാക്കുന്നത്. എന്നാൽ എത്ര ഷെല്ലുകൾ ഉണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ എത്ര ഷെല്ലുകൾ ആവശ്യമുണ്ട് അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യുന്നത് പീരിയോഡിക് നമ്പറും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പീരിയോഡിക് നമ്പർ ഇത് എടുക്കുന്നത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഹൈഡ്രജൻ്റെ ഒരു ഹൈഡ്രജൻ്റെ സ്ഥാനത്തെക്കുറിച്ചിട്ടുള്ള ഒരു കാര്യം, ഹൈഡ്രജൻ്റെ പൊസിഷനെ കുറിച്ചിട്ട് ഇപ്പോഴും എന്താണ് നമുക്കൊരു ഒരുപാട് എന്താ പറയുക പോരായ്മകൾ പറയുന്നുണ്ട്. സയൻറ്റിസ്റ്റുകൾ ഇപ്പോഴും ചില ആളുകൾ അത് അവിടെ കൊടുക്കാൻ പാടില്ല, ചില ആളുകൾക്ക് കൊടുക്കാൻ പാടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഹൈഡ്രജൻ്റെ പൊസിഷനെ കുറിച്ച് നോക്കാം. ഹൈഡ്രജൻ്റെ പൊസിഷൻ അല്ലേ നോക്കുകയാണെങ്കിൽ എന്താ അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ കാര്യങ്ങൾ എന്താണ്. ഹൈഡ്രജൻ എന്താണ് നമുക്ക് അറിയാം, അത് ആൽക്കലി എലമെൻറ്റുകൾ, ആൽക്കലി മെറ്റൽസിൻ്റെ ഗ്രൂപ്പിലാണ് ഹൈഡ്രജനെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഹൈഡ്രജനെ കൊടുത്തിരിക്കുന്നത് എന്താണ്, എവിടെയാണ്,
ആൽക്കലി മെറ്റൽസ് എവിടെ ഹൈഡ്രജൻ കൊടുത്തിരിക്കുന്നത് ഈ സ്ഥാനം ഇനി നോക്കണേ. ഇത് ഫസ്റ്റ് ഗ്രൂപ്പിലല്ലേ ഹൈഡ്രജൻ നമ്മൾ ഇതാക്കിയിരിക്കുന്നത്. ഇതിന് പ്രത്യേക ഒരു കളറിലാക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഹൈഡ്രജനെ നമുക്ക് കൊടുക്കാൻ കാരണം ഹൈഡ്രജനെ ഫസ്റ്റ് ഗ്രൂപ്പിലാണ് അല്ലേ. ഫസ്റ്റ് ഗ്രൂപ്പിൽ ഫസ്റ്റ് എലമെൻറ്റും കൂടിയാണ്. പീരിയോഡിക് ടേബിൾ ഫസ്റ്റ് എലമെൻറ്റും കൂടിയാണ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ പിന്നെ എന്താണ് ഫസ്റ്റ് പീരിയോഡിലെ തന്നെ എലമെൻ്റാണ് അല്ലേ. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഫസ്റ്റ് പീരിയോഡിലെ എലമെൻറ്റ്, അതുകൂടാതെ ഫസ്റ്റ് എലമെൻറ്റ് കൂടിയാണത് ആണല്ലോ. അപ്പോൾ ആ ഗ്രൂപ്പ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. എന്നിട്ട് അതിൽ എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ അവിടെ വെക്കാൻ പാടില്ലാത്തത്, അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് പറയാം. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ആൽക്കലി മെറ്റൽസ് ആണെന്ന് പറഞ്ഞല്ലോ. ആൽക്കലി മെറ്റൽസിൻ്റെ ഗ്രൂപ്പിലാണ് വരുന്നത്. ഇത് പറഞ്ഞാൽ ലിഥിയം, നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം എന്നൊക്കെ പറയുന്നതൊക്കെ എന്തിൽ പെടുന്നതാണ്, ആൽക്കലി മെറ്റൽസ് പെടുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. അപ്പം ഹൈഡ്രജനെ എന്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആൽക്കലി മെറ്റൽസിൻ്റെ കൂട്ടത്തിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഹൈഡ്രജൻ എന്തല്ല, മെറ്റലല്ല. ഹൈഡ്രജൻ എന്താണ്, നോൺ മെറ്റലാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു പ്രശ്നം വന്നല്ലോ. ഈ ആൽക്കലി മെറ്റൽസിൻ്റെ കൂടെ നമ്മൾ ഹൈഡ്രജനെ കൊണ്ടുപോയി വെച്ചു അല്ലേ. അതൊരു പോരായ്മയല്ലേ. നമുക്ക് അതിൻ്റെ പോരായ്മകൾ ശ്രദ്ധിക്കണേ. ഹൈഡ്രജൻ്റെ പോരായ്മകളിലൊന്നാണ് എന്ത്, ഹൈഡ്രജൻ മെറ്റലല്ല, നോൺ മെറ്റലാണ്. പക്ഷേ അതിൻ്റെ ഏത് ഗ്രൂപ്പിലാണ് വെച്ചിരിക്കുന്നത്, ആൽക്കലി മെറ്റൽസിൻ്റെ കൂട്ടത്തിലാണ്, മെറ്റൽസിൻ്റെ കൂടെയാണ് വെച്ചിരിക്കുന്നത്. അതൊരു പോരായ്മയാണല്ലോ അല്ലേ. ഇനി അടുത്ത ഇത് കേസ് നോക്കാം. ഹൈഡ്രജന് എത്ര ഇലക്ട്രോണുകളുണ്ട്, 2 ഇലക്ട്രോണുകളുണ്ട്. ഓക്കെ. എന്നാൽ അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ടാവും. 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യും, അതായിരിക്കും അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ അല്ലേ. അതായത് അതിപ്പോൾ നമ്മളൊരു ഇത്ര ഇതാക്കി വരയ്ക്കുമ്പോൾ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ കൊണ്ടു. ഓക്കെ. 2 ഇലക്ട്രോണുകളും ആ ഔട്ടർ മോസ്റ്റ് ഒറ്റ എന്താണ് ഷെല്ല് ആവശ്യമുണ്ടായിരുന്നത്, ആ ഒറ്റ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളും കൊണ്ടു. ഹൈഡ്രജൻ 2-3 വിധത്തിലുണ്ട്. ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നൊക്കെ വില 3 വിധത്തിലുണ്ട്. പക്ഷെ നമുക്ക് നോർമൽ കേസിൽ ഹൈഡ്രജന് 2 ഇലക്ട്രോൺ ബേസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് എന്ത് ചെയ്തു, നമുക്ക് അതിൽ എവിടെ പോയി, നമ്മളെ ഇതിൽ തന്നെ പോയി. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൽക്കലി മെറ്റൽസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒറ്റ ഇലക്ട്രോണാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഹൈഡ്രജൻ്റെ കേസിൽ 2 ഇലക്ട്രോൺ വരും. ഓക്കെ. അതൊരു പോരായ്മയാണ്. ഇനി എന്താണ് അടുത്ത കേസ് നോക്കാം. ഹൈഡ്രജന് ആൽക്കലി മെറ്റൽസ് എന്താണ്. ഇനി ഹൈഡ്രജൻ്റെ കേസിൽ നമ്മൾ ഒരു ഇലക്ട്രോ പോസിറ്റിവിറ്റി ഇലക്ട്രോ നെഗറ്റിവിറ്റിയും കൂടി പഠിച്ചാലേ നിങ്ങൾക്ക് അത് ക്ലിയർ ആവുള്ളൂ. ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാം ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ എലമെൻറ്റുകളിൽ നമുക്ക് എഴുതിയപ്പം നമ്മൾ കണ്ടു എന്ത്, ഫസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാം കൂടി നമ്മൾ എഴുതിയപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിച്ചു, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 മാത്രമല്ല അല്ലേ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 മാത്രമാണ്. ഈ ഒരു ഇലക്ട്രോൺ അവിടെ നമ്മൾ എന്ത് ചെയ്യും, അത് വിട്ടു കൊടുക്കാനുള്ള ടെൻഡൻസിയാണ് കൊടുക്കുക. അതായത് ഇലക്ട്രോണുകളെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് പോട്ടെ, എനിക്ക് വേണ്ട, എന്നിട്ട് സ്റ്റേബിൾ ആകാനുള്ള ടെൻഡൻസിയാണ് കാണിക്കണം. വലിയ ക്ലാസ് പഠിക്കാം. ഓക്കെ. അങ്ങനെ സ്റ്റേബിൾ ആകാനേ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും, ഏതൊരു എലമെൻറ്റും ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇലക്ട്രോണുകളെ വിട്ട് കൊടുത്തിട്ട് എന്തായിട്ട് മാറും, ഇലക്ട്രോണുകളെ പോസിറ്റീവായിട്ട് മാറുന്ന ടെൻഡൻസിയുള്ള വസ്തുക്കളെ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയും, പോസിറ്റീവായിട്ടുള്ള എലമെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റുകളൊക്കെ ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റുകളാണ്. ഹാലജനുകൾ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ഉള്ളത് എന്താണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി എലമെൻറ്റുകളാണ്. ഹാലജൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി, അതായത് ഇലക്ട്രോൺ എവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ചാടി പിടിച്ച് വലിച്ചെടുക്കുന്ന ഇതാണ് എന്ത്, ഹാലജനുകൾ. ഓക്കെ. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് അവിടെ അതിലേക്ക് പോകണ്ട. നമുക്ക് അതായത് ഹൈഡ്രജൻ്റെ കേസിൽ നമുക്ക് എന്താണ്, ഹൈഡ്രജൻ എപ്പോഴും എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ആൽക്കലി മെറ്റൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രോ പോസിറ്റിവിറ്റിയാണ് കാണിക്കുന്നത് അല്ലേ. ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതൽ കാണിക്കുന്നവരാണെന്ത്, ഈ ആൽക്കലി മെറ്റൽസുകൾ. ഓക്കെ. എന്നാൽ ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് എന്ത് ചെയ്യുന്നു, ചില സമയത്ത് അതെന്ത് ചെയ്യും, ചില രാസപ്രവർത്തനത്തിൽ ഹൈഡ്രജൻ എന്ത് ചെയ്യും, ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും. ചില സമയത്ത് ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും, സ്വീകരിക്കും. തോന്നിയ സമയത്ത് തോന്നിയ മാതിരിയായിരിക്കും കാണിക്കുക. ഓക്കെ. അതൊരു പോരായ്മയാണ്. അത് ഗ്രൂപ്പിലെ നമുക്കൊരു പോരായ്മയിൽ പെടുന്നതാണ്. നമ്മളൊരു ഗ്രൂപ്പിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ ആയുണ്ട് അല്ലേ. അപ്പോൾ അതിൽ എന്താണ് ഒരു പോരായ്മയിലാണത്. ഓക്കെ. ഇനി അടുത്ത കാര്യങ്ങൾ നോക്കാം. ഹൈഡ്രജൻ്റെ കേസിൽ അതായത് ഇലക്ട്രോ പോസിറ്റീവ് അല്ല ഇലക്ട്രോ നെഗറ്റീവ് ആണല്ല. എന്നാൽ എന്നാൽ ചോദിച്ചാൽ ഇലക്ട്രോ പോസിറ്റീവ് ആണോ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണോ ചോദിച്ചാൽ ആണെന്നും പറയേണ്ടി വരും. ഓക്കെ. ക്ലിയർ ആണേ.
അത് പറയാൻ കാരണം അതാണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഇലക്ട്രോ നെഗറ്റിവിറ്റി നമുക്ക് വലിയ ക്ലാസ്സിൽ പഠിക്കാം. ഇനി അടുത്ത കേസിൽ ഇത് ഈ ആൽക്കലി മെറ്റൽസുകളൊക്കെ എന്താണ് അതിൻ്റെ സ്വഭാവം സോളിഡ് സ്വഭാവം കാണിക്കും. ഓക്കെ, ഇതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം എന്താണ് സോളിഡാണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഇതൊക്കെ സോളിഡ് കണ്ടൻ്റാണ്. ഓക്കെ, എന്നാൽ ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇതെന്തല്ല, സോളിഡ് അല്ല, എന്താണ് ഒരു ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് ആണെന്ന്. ക്ലിയർ അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ എന്താണ് ഒരു ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് ആണ്. പക്ഷേ എന്നാലും എന്ത് ചെയ്യുന്നു, നമുക്ക് എന്ത് ചെയ്യുന്നു, ഹൈഡ്രജൻ ഒരു ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് ആണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, ആൽക്കലി മെറ്റൽസിൻ്റെ കൂടെ തന്നെയാണ് ഹൈഡ്രജൻ വെച്ചിരിക്കുന്നത് അല്ലേ. ഇനി വേറൊന്ന്, ആൽക്കലി മെറ്റൽസിനൊക്കെ എന്തുണ്ട്, അയണൈസേഷൻ എനർജി. അതായത് അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഇലക്ട്രോണുകളൊക്കെ അതിൻ്റെ ഇതിലേക്ക് ഇലക്ട്രോണുകളെ ന്യൂക്ലിയസ് അതിൻ്റെ അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു എനർജി ഉണ്ട്. ഓക്കെ, അതിനെ ഇലക്ട്രോണുകൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ എല്ലാത്തിനെയും അതിൻ്റെ ന്യൂക്ലിയസിലേക്ക് ആകർഷിക്കാനുള്ളൊരു എനർജിയാണ് അതിൻ്റെ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഈ അയണൈസേഷൻ എനർജി എന്തിന് കുറവാണ്? ആൽക്കലി മെറ്റൽസിന്, എല്ലാ ആൽക്കലി മെറ്റൽസിനും എന്താണ് അയണൈസേഷൻ എനർജി കുറവാണ്. അയണൈസേഷൻ എനർജി ഈ ലിഥിയം, സോഡിയം ഒക്കെ പറഞ്ഞിരിക്കുന്നതിലൊക്കെ എന്താണ് അയണൈസേഷൻ എനർജി എന്താണ് കുറവാണ്. എന്താ ഹൈഡ്രജൻ്റെ കേസിൽ അയണൈസേഷൻ എനർജി എന്താണ് ഏറ്റവും കൂടുതലുള്ള എലമെൻ്റാണ്. ഓക്കെ, അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹൈഡ്രജന് ശരിക്കും പറഞ്ഞാൽ എന്ത് എവിടെ കൊടുക്കാൻ പാടില്ല, ആൽക്കലി മെറ്റൽസിൻ്റെ കൂടെ കൊടുക്കാൻ പാടില്ല. പക്ഷേ എന്തുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞാൽ ആ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒറ്റ എന്നുള്ളത് മാത്രം വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ഇത് വെച്ചത് കൊണ്ട് മാത്രമാണ് നമുക്കിതിനെ ഉൾപ്പെടുത്തി കൊള്ളിച്ചിരിക്കുന്നത്. ക്ലിയർ? ഹൈഡ്രജനെ കൊള്ളിക്കുന്നതിൻ്റെ കാരണം മനസ്സിലായോ? ഓക്കെ, ഹൈഡ്രജനെ നമ്മളിൽ ഉൾപ്പെടുത്താനുള്ള കാരണം അത് മാത്രമേ ഉള്ളൂ അല്ലേ. ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലും എന്താണ് ഹൈഡ്രജൻ അതിൽ കൊള്ളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സാധ്യത ഉള്ളത്. ഓക്കെ, പക്ഷേ ഇനി ഭാവിയിൽ ഒരു പീരിയോഡിക് ടേബിളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോൾ ഹൈഡ്രജൻ എവിടെയെങ്കിലും വേറൊരു പ്ലേസിൽ പ്രതിഷ്ഠിക്കാമെന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോഴും സയൻറ്റിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, സയൻസ് ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഗ്രൂപ്പുകൾ ഒന്നും കൂടി പരിചയപ്പെട്ട് എഴുതി നോക്കാം. എന്താണ് ആൽക്കലി? ഫസ്റ്റ് ഗ്രൂപ്പ് നമ്മൾ എന്തായിരുന്നു, നമ്മളെ ആൽക്കലി മെറ്റൽസ്. രണ്ടാമത്തത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. മൂന്നാമത്തെ മുതൽ 12 വരെ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. 13 ബോറോൺ ഫാമിലി. 14 കാർബൺ ഫാമിലി. 15 നൈട്രജൻ ഫാമിലി. 16 ഓക്സിജൻ ഫാമിലി. അതൊന്നിച്ചുമ്പോൾ ഒരു ഫാമിലി വരും അല്ലേ. അടുത്തത് 17 ഹാലജൻ. 18 നോബൽ ഗ്യാസസ് ഓർ ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയും. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് ഞാൻ വേഗം പറഞ്ഞത് വെച്ചാൽ നേരത്തെ മുഴുവനായിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കുറച്ച് ഫാസ്റ്റായിട്ട് പറഞ്ഞോളൂ. ഇനി അടുത്തത് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. എന്താണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്? എന്താണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്? പീരിയോഡിക് ടേബിളിൽ 1 മുതൽ 2 വരെ, 1ഉം 2ഉം, പിന്നെ 13 മുതൽ 18 വരെ, 13 വരെ 18 വരെയുള്ള എലമെൻറ്റ്സിനെ റെപ്രസെൻറ്റേറ്റീവ്, അതായത് 1 മുതൽ പീരിയോഡിക് ടേബിളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ 1, 2 ആൽക്കലി മെറ്റൽസും എന്താണ് ആൽക്കലി എർത്ത് മെറ്റൽസും, ആൽക്കലി മെറ്റൽസ് ആൽക്കലി എർത്ത് മെറ്റൽസ്. അതുപോലെ ബോറോൺ മുതൽ ഹീലിയത്തിൻ്റെ ഈ ഇത് വരെയുള്ള 13 മുതൽ 18 വരെയുള്ള 13 മുതൽ 18 വരെയുള്ളതും 1ഉം 2ഉം ആയിട്ടുള്ള ഈ ഗ്രൂപ്പുകളെ നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് അഥവാ എന്താണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്നും പറയുന്നു. റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? 1 മുതൽ 1ഉം 2ഉം അതുപോലെ 13ഉം 18 വരെയുള്ളതിനെ എന്ത് പറയുന്നു, റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് അഥവാ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് വിളിക്കും. മെയിൻ ഗ്രൂപ്പ്, അതിനാണ് മെയിൻ ഗ്രൂപ്പ്. ബാക്കിയുള്ളതൊക്കെ ഉള്ളിലുള്ള ഗ്രൂപ്പുകളാണ്. മെയിൻ ഗ്രൂപ്പുകൾ എലമെൻറ്റ്സ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് പറയാൻ കാരണം ഇതിലെന്തൊക്കെ ഉണ്ടാകും, സോളിഡിൻ്റെ മെറ്റൽസും ഈ എലമെൻറ്റുകളൊക്കെ ഇതിൽ മെറ്റൽസും നോൺ മെറ്റൽസും മെറ്റലോയിഡ്സ് എന്ന് പറയും. അതായത് മെറ്റലും നോൺ മെറ്റലും അല്ലാത്ത രണ്ടിൻ്റെ സ്വഭാവം കാണിക്കുന്നതുണ്ട്. പിന്നെ ഇത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആയിട്ടുള്ള സ്റ്റേറ്റുകളൊക്കെ എല്ലാം ഈ പറഞ്ഞിരിക്കുന്നതിൽ എല്ലാ ഇതും ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് ഓർ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റുകൾ നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്ക് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ എടുക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ വേറെ ടോപ്പിക്കായിട്ട്, അതായത് നോബൽ ഗ്യാസ് എന്ന് പറഞ്ഞിരിക്കുന്ന അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്